Hello everyone. So in this video I'm going to discuss more about this table tag. അപ്പോൾ table tag ന്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് ടാഗുകളാണ് യൂസ് ചെയ്തത് മെയിൻ ആയിട്ട്. ദാറ്റ് ഈസ് tr tag, another one is th tag and another one is td tag. അപ്പോൾ ഇത് മൂന്നും എന്താണ് കണ്ടെയ്നർ ടാഗ്സ് ആണ്, അല്ലെങ്കിൽ ഈ മൂന്ന് എലമെൻറ്റ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഇതെന്തിനാണ്? പുതിയ റോ ക്രിയേറ്റ് ചെയ്യാനാണ്, ഹെഡിങ് സെൽസ് കൊടുക്കാനാണ്, ഡാറ്റ സെൽസ് കൊടുക്കാനാണ്. ഇനി ഇതല്ലാതെ എന്തൊക്കെ അതർ എലമെൻറ്റ്സ് ആണ് ദാറ്റ് വി യൂസ് ഇൻസൈഡ് ദ ടേബിൾ ടാഗ്. അപ്പോൾ ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മറ്റുള്ള എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so what are the other elements that is used inside the table tag? So this is not the attribute, this is just other tags that is used inside table tag ന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മറ്റു ടാഗുകളാണ് അല്ലെങ്കിൽ മറ്റു എലമെന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. So they are t head, t body, t foot, caption, call group. So these are some elements that is used inside the table tag. അപ്പോൾ ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ്. ഫസ്റ്റ് വൺ ഈസ് ടി ഹെഡ് ടാഗ്. അപ്പോൾ ടി ഹെഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. സി ദിസ് മന്ത് സേവിങ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ ടേബിളിൻ്റെ ഹെഡർ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ലാസ്റ്റ് നമ്മൾ കൊടുക്കും, ചില ടേബിളിലേ ഇത് ഉണ്ടാവുള്ളൂ, ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് സമ്മ്, ഇത്രയാണ് സമ്മ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് ടേബിളിൻ്റെ ഫൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടി ഹെഡ് ടാഗ്, ടി ഫൂട്ട് ടാഗ്, ടി ബോഡി, അങ്ങനെ മൂന്ന് ടാഗുകളാണുള്ളത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു കണ്ടൻ്റാണ് ജനുവരി ഫെബ്രുവരി, ഈ ഒരു കണ്ടൻറ്റിനെയാണ് നമ്മൾ ടേബിളിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ടേബിളിനൊരു ഹെഡ് ഉണ്ടാവും, ടേബിളിനൊരു ബോഡി ഉണ്ടാവും, ടേബിളിനൊരു ഫൂട്ടർ ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ടി ഹെഡ്, ടി ഫൂട്ട് ആൻഡ് ടി ബോഡി. ടി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മൾ ടേബിളിൻ്റെ ഹെഡറിന് മാത്രം ആയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി ഹെഡ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ടി ബോഡി എന്തിനാണ്? നമ്മളുടെ ടേബിളിൻ്റെ ബോഡിക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടി ഫൂട്ട് എന്തിനാണ്? ടേബിളിൻ്റെ ഫൂട്ടറിന് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ സി എസ് എസിൻ്റെ കൂടെയാണ്, സി എസ് എസിലായിട്ടാണ് അല്ലെങ്കിൽ സി എസ് എസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംഭവങ്ങളൊക്കെ നോർമലി യൂസ് ചെയ്യാറുള്ളത്. സോ ടി ഹെഡ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് ഹെഡർ കണ്ടന്റ്. ഹെഡർ കണ്ടന്റിന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഹെഡർ കണ്ടന്റിന് ഒരു എഫക്റ്റ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടി ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. നോർമലി സി എസ് എസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എഫക്ട്സ് കൊടുക്കാറുള്ളത്. ഓക്കെ, വി ക്യാൻ ഓൾസോ ഗിവ് ഇറ്റ് യൂസിങ് HTML ടാഗ്സ്, ബട്ട് നോർമലി യൂസ് ചെയ്യുന്നത് CSS ആണ്. ഓക്കെ, സോ ടി ഹെഡ് ടാഗ് എന്തിനാണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് ടു ഗ്രൂപ്പ് ഹെഡർ കണ്ടന്റ് ഇൻ HTML. എന്നിട്ട് ആ ഹെഡർ കണ്ടന്റിന് ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ടി ഹെഡ് എലമെന്റ് ഇസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ടി ബോഡി ആൻഡ് ടി ഫൂട്ട്. അപ്പോൾ ടി ഹെഡ് എന്ന് നമ്മൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാറില്ല, അതിൻ്റെ കൂടെ എന്തും ഉണ്ടാവും? ടി ബോഡി ടാഗ് ഉണ്ടാവും, ടി ഫൂട്ട് ടാഗ് ഉണ്ടാവും. അപ്പോൾ ടി ബോഡി എന്ന് പറയുന്നത് ബോഡീനെ ഗ്രൂപ്പ് ചെയ്യാനാണ്, ടി ഫൂട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? ഫൂട്ടറിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു സ്പെസിഫൈ ഈച്ച് പാർട്ട് ഓഫ് ദ ടേബിൾ, ദാറ്റ് ഈസ് അതിൻ്റെ ഹെഡർ, ബോഡി, ഫൂട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് എഫക്റ്റ് കൊടുക്കുക. ടി ഹെഡ് ആണെങ്കിൽ ഹെഡിനെ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. ടി ബോഡി ആണെങ്കിൽ ബോഡീനെ ഗ്രൂപ്പ് ചെയ്യുക. ടി ഫൂട്ട് ആണെങ്കിൽ ഫൂട്ടറിനെ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി ഹെഡ്, ടി ബോഡി, ടി ഫൂട്ട് എന്ന് പറയുന്ന ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? HTML ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ഇത് മൂന്നും. ഓക്കെ, സോ ടി ഫൂട്ട് എന്ന് പറയുന്നതിനാണ്, ഫൂട്ടർ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ ബാക്കിയുള്ള ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടി ഹെഡ്, ടി ബോഡി ഒക്കെ ഒരുമിച്ചാണ്, ഇൻ കൺജങ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ടി ബോഡി എന്തിനാണ്? ദാറ്റ് ഈസ് ടു യൂസ് ടു ഗ്രൂപ്പ് ദ ബോഡി കണ്ടന്റ് ഇൻ HTML. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല യൂസ് ചെയ്യാറുള്ളത്, ടി ഹെഡ്, ടി ഫൂട്ടിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ബ്രൗസേഴ്സ് ടി ഹെഡ്, ടി ബോഡി, ടി ഫൂട്ട് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ദ ബ്രൗസേഴ്സ് ക്യാൻ യൂസ് ദീസ് എലമെൻറ്റ്സ് ടു ഇനേബിൾ സ്ക്രോളിംഗ് ദ ടേബിൾ ബോഡി ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ. അതായത് ബ്രൗസറിന് എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിൻ്റെ ബോഡീനെ മാത്രം എന്ത് ചെയ്യുക? സ്ക്രോൾ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ഹെഡർ ആൻഡ് ഫൂട്ടർ. ടേബിളിൻ്റെ ഹെഡറിനെയും ഫൂട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിൻ്റെ ബോഡി സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഈ ഒരു
സംഭവം യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ദ ബ്രൗസർ ടു scroll the body without depending on header and footer. Okay. ഓൾസോ വെൻ പ്രിൻറ്റിങ് ലാർജ് ടേബിൾസ്, അതായത് ഒന്നിൽ കൂടുതൽ പേജുകളൊക്കെ സ്പാൻ ചെയ്യുന്ന ടേബിളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൗസറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ടേബിൾ ഹെഡർ ടോപ്പിലും ആ ടേബിളിൻ്റെ ഫൂട്ടർ ബോട്ടത്തിലും ഒക്കെ ഓരോ പേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ 3 ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ വി ആർ പ്രിൻറ്റിങ് ലാർജ് tables that spans over multiple pages, these elements can be enable the table header and table footer to be printed at the top and bottom of the table. അതായത് ഓരോ ടേബിളിൻ്റെ കൂടെയും ടോപ്പിൽ ടേബിളിൻ്റെ ഹെഡറും ബോട്ടത്തിൽ ടേബിളിൻ്റെ ഫൂട്ടറും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 3ഉം എന്താണ്, കണ്ടെയ്നർ ടാഗുകളാണ്. ദീസ് ആർ കണ്ടെയ്നർ ടാഗ്സ്. ഇതെന്താണ്, കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ. സോ കണ്ടെയ്നർ ടാഗ് ആണ്, അതിനൊരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവും. ഇനി വേറൊരു ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. ക്യാപ്ഷൻ ടാഗ് ടേബിൾ ടാഗിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഹെഡിങ് ടു എ ടേബിൾ. ഒരു ടേബിളിന് ഹെഡിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. ഓക്കെ. ദാറ്റ് ഈസ് ഇറ്റ് ആഡ് എ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ടു എ ടേബിൾ ആസ് ക്യാപ്ഷൻ. ഒരു ടേബിളിന് ക്യാപ്ഷനായിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഈ ഒരു ടേബിൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻസൈഡ് ദ ടേബിൾ ടാഗ്. നമ്മൾ എന്തിൻ്റെ ഉള്ളിലാണ്, ടേബിൾ ടാഗിൻ്റെ ഉള്ളിലാണ് ഇതും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ ക്യാപ്ഷൻ ടാഗ് ഓപ്പൺ ചെയ്യുക, ക്യാപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്യുക. സോ ദിസ് ഈസ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ്. ഇതും എന്ത് തന്നെയാണ്, ഒരു കണ്ടെയ്നർ ടാഗ് തന്നെയാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ഒരു ടാഗിനെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയാം. സോ ക്യാപ്ഷൻ ടാഗ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു, ക്യാപ്ഷൻ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ബിറ്റ്വീൻ ദാറ്റ് ഐ എം ഗിവിങ് എ ക്യാപ്ഷൻ. ഒരു ടേബിളിന് ഒരു ക്യാപ്ഷൻ കൊടുത്തതാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ 2019-20. എന്നിട്ട് എന്ത് ചെയ്തു, ക്യാപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്തു. സോ ദിസ് വിൽ അപ്പിയർ ആസ് ക്യാപ്ഷൻ. ആ ടേബിളിന് ക്യാപ്ഷൻ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടെക്സ്റ്റ് വരും. ഓക്കെ. ഇനി മറ്റൊരു ടാഗാണ് കോൾ ഗ്രൂപ്പ് ടാഗ്. Call group tag. So what is call group tag? It specifies a group of one or more columns in a table for formatting. അതായത് നമ്മൾ നേരത്തെ ഹെഡറിന് മാത്രം ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ഇനി ഫൂട്ടറിന് മാത്രം ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ബോഡിക്ക് മാത്രം കൊടുക്കുന്ന പറഞ്ഞു. അപ്പോൾ അതേപോലെ വൺ ഓർ മോർ കോളംസിന് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് എഫക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൾ ഗ്രൂപ്പ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. സ്പെസിഫൈസ് ഗ്രൂപ്പ് ഓഫ് വൺ ഓർ മോർ കോളംസ് ഇൻ എ ടേബിൾ ഫോർ ഫോർമാറ്റിംഗ്. ഒന്നിൽ കൂടുതൽ കോളംസിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അതിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൾ ഗ്രൂപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ അപ്ലൈയിങ് സ്റ്റൈൽസ് ടു എൻറ്റയർ കോളംസ്. അപ്പോൾ എൻറ്റയർ കോളംസിന് എന്ത് ചെയ്യും, സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് ദ സ്റ്റൈൽസ് ഫോർ ഈച്ച് സെൽ, ഓരോ സെല്ലിനും സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, കുറച്ച് കോളംസ് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് ആ കോളംസിന് എന്ത് ചെയ്യുക, ഒരു സ്റ്റൈൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് കോൾ ഗ്രൂപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതും എന്ത് തന്നെയാണ്, വിതൗട്ട് എനി ഡൗട്ട് കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിനും എന്തുണ്ട്, ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. സോ ദിസ് ഈസ് കണ്ടെയ്നർ, അനദർ കണ്ടെയ്നർ ടാഗ്. ഫോർ എക്സാമ്പിൾ സി ദിസ് എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, കോൾ ഗ്രൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്തു. ബിറ്റ്വീൻ ദാറ്റ് ഞാൻ ഗിവിങ് കോൾ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വെച്ചിട്ട് കൊടുക്കുകയാണ്. കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 1, BG കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ. അതായത് ഞാൻ എത്ര കോളംസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എത്ര കോളംസ് ആണ് സ്പാൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കോൾ സ്പാൻ പഠിച്ചിട്ടുണ്ട്, അതും ഇതുമായിട്ട് എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. അത് സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ആണ്. ഇതെന്താണ്, കോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കോൾ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ടാണ് സ്പാന്. അതിന് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി, എഫക്റ്റ് കൊടുത്താൽ മതി എന്നാണ് മീനിങ്. ഇനി അത് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ എന്താണ്, 2 കോളംസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കണ്ടൻ്റ് ആണ്. ഓക്കെ, ഒരു മീനിങ് ആണ്. ഇനി അതിന് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യുക, ഗ്രീൻ ആക്കി സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് കോൾ ഗ്രൂപ്പ് എന്നുള്ളത്. ഓക്കെ, സോ എക്സാമ്പിളിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. സോ we want to create this table. I think you know how to create this table. ഈ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഇത് മൂന്നും എന്താണ്, ഹെഡിങ് സെൽസ് ആണ്. TH ടാഗ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം മൊത്തം 3 റോസ് ആണുള്ളത് അല്ലേ. ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് ഹെഡിങ് ആണ്, എന്തായാലും ഇവിടെ 3 റോസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം.
സോ ഐ എം ക്രിയേറ്റിംഗ് ദിസ് ടേബിൾ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ ടേബിൾ എന്നുള്ള ഒരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ 3 റോസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ദിസ് ഇസ് റോ 1 ആൻഡ് ദിസ് ഇസ് റോ 2 ആൻഡ് ദിസ് ഇസ് റോ 3. അതാണ് മൂന്നാമത്തെ റോ. ഇനി ഇവിടെ I can give a caption to this particular table. അപ്പോൾ ടേബിളിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് ടേബിളിന് ക്യാപ്ഷൻ കൊടുക്കുന്നത് അല്ലേ. ക്യാപ്ഷൻ ടാഗ് ഓപ്പൺ ചെയ്ത് ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ടേബിളിന് ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ പോവാണ്. സിംപ്ലി ഐ ആം ഗിവിങ് ഇറ്റ് ആസ് പ്രൈസ് ലിസ്റ്റ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് വെറുതെ കൊടുക്കുകയാണ്. സോ ക്യാപ്ഷൻ ടാഗ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതെന്താണ്, കണ്ടെയ്നർ ടാഗാണ്. സോ ഐ എം ക്ലോസിങ് ദിസ് ക്യാപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തതിന് ശേഷം if I run this code, see a caption will be inserted here. ഈ ടേബിളിന് ഒരു ക്യാപ്ഷൻ ആയിട്ട് എന്ത് വന്നു, പ്രൈസ് ലിസ്റ്റ് എന്നുള്ളൊരു കണ്ടന്റ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. ക്യാപ്ഷൻ എന്തിൻ്റെ ഉള്ളിലായിരിക്കണം, ടേബിൾ ടാഗിൻ്റെ ഉള്ളിലായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പഠിച്ച വേറൊരു സംഭവമാണ് കോൾ ഗ്രൂപ്പ്. സോ വാട്ട് ഈസ് കോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസൈഡ് കോൾ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷമായിരിക്കണം. അത് ഞാനിവിടെ പറയാം. കോൾ ഗ്രൂപ്പ് ക്യാപ്ഷന് ശേഷമാണ് കോൾ ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. സോ ഐ എം ഓപ്പണിംഗ് ദിസ് കോൾ ഗ്രൂപ്പ് ആൻഡ് ഹിയർ ഐ എം ക്ലോസിങ് ദിസ് കോൾ ഗ്രൂപ്പ്. ഇൻസൈഡ് ദാറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് സെലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് കോൾ എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു എത്ര കോളംസിനെയാണ് നമുക്ക് എഫക്റ്റ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണ്. കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 2. എന്നിട്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നുമില്ല, 2 കോളം. ഇതിലുള്ള ഫസ്റ്റത്തെ 2 കോളം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ 2 എണ്ണമാണ്, അതായത് ഇതുമാണ് ഫസ്റ്റത്തെ 2 കോളം. അതിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സോ കോൾ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്പാൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. മീൻസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് എഫക്ട്സ് ഫോർ 2 കോളംസ് ഓൺലി. ഓക്കെ, ഞാൻ എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. BG color is equal to I am giving it as blue. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആക്കി സെറ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് I want to align this to right. ആ കോളത്തിലുള്ള വാല്യൂവിനെ അലൈൻ ചെയ്യാൻ പോവാണ്. അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് കൊടുക്കുകയാണ്. അലൈൻ ഈക്വൽ ടു റൈറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആക്കാണ്, അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് ആണ്. നൗ യു ക്യാൻ സീ ഫസ്റ്റത്തെ 2 കോളംസിൻ്റെ മേലെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ആസ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് ഹാസ് ചേഞ്ച്ഡ് ടു ബ്ലൂ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അലൈൻ ഇസ് നോട്ട് വർക്കിംഗ് ഹിയർ, സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോളംസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനൊരു സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സ്പാൻ ഈസ് ഈക്വൽ ടു 1 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഒരു റോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. 1 കോളം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. ഓൺലി 1 കോളം ഇസ് സെലക്റ്റഡ് ഹിയർ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ദ കോൾ ഗ്രൂപ്പ് ടാഗ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഐ ക്യാൻ ഗിവ് സെലക്ഷൻ, മേക്ക് ഇറ്റ് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 കോളംസ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് കോൾ ഗ്രൂപ്പ് ടാഗ്. ഓക്കെ, സോ you must note that this call group tag must be a child of table element. എന്ന് പറഞ്ഞാൽ എന്താണ്, ടേബിൾ ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്, കോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കേണ്ടത്. ആഫ്റ്റർ എനി ക്യാപ്ഷൻ ടാഗ് കൊടുത്തതിന് ശേഷമാണ് എന്ത് വരേണ്ടത്, കോൾ ഗ്രൂപ്പ് ടാഗ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ബിഫോർ ടി ഹെഡ്, ടി ബോഡി ആൻഡ് ടി ഫൂട്ട് ആൻഡ് TR എലമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുന്നേ എന്ത് കൊടുത്തിരിക്കണം, കോൾ ഗ്രൂപ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ടേബിൾ ടാഗാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ക്യാപ്ഷൻ വേണ്ട. ബട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്യാപ്ഷൻ ആദ്യം കൊടുക്കണം. അതിനുശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്, കോൾ ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. ഇഫ് ദർ ഈസ് കോൾ ഗ്രൂപ്പ് സെലക്ഷൻ. ഇനി അതിനുശേഷമാണ് ടി ഹെഡ്, അതിനുശേഷമാണ് ടി ബോഡി, അതിനുശേഷമാണ് ടി ഫൂട്ട്. അപ്പോൾ ഈ ഓർഡറിലായിരിക്കണം ഇത്രയും ടാഗുകൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഈ ടാഗുകൾ, ഈ പറഞ്ഞ ടാഗുകളെല്ലാം എന്ത് ടാഗാണ്, കണ്ടെയ്നർ ടാഗാണ്. സോ ഓൾ ദീസ് ടാഗ്സ് ആർ കണ്ടെയ്നർ tags. So that's all in this video. So